ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ 30 അടി പൊക്കമുള്ള പാപ്പാഞ്ഞി കണ്ണൂർ പയ്യാമ്പലത്ത് കടൽ തീരത്ത് ഇന്നലെ രാത്രി കത്തിച്ചു. SFI അവിടുത്തെ ജില്ലാ നേതൃത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഗവർണറുടെ ഡ്യൂപ്ലിക്കേറ്റ് പാപ്പാഞ്ഞി അവിടെ ഉയർത്തിയതും അത് കത്തിച്ചതും. SFI സംസ്ഥാന പ്രസിഡന്റ് അനുശ്രീയുടെ നേതൃത്വത്തിലായിരുന്നു ഈ കത്തിക്കൽ ഉണ്ടായത്. അതിനെ സംബന്ധിച്ച് ഒരു കേസ് അവിടെ രജിസ്റ്റർ ചെയ്തു. അനുശ്രീ ഉൾപ്പെടെ 10 പേര് പ്രതികളുമായിട്ട്. കേരളത്തിലെ ഗവർണറും മുഖ്യമന്ത്രിയും രാഷ്ട്രീയമായ ചേരിതിരിവോട് തന്നെ 2 ഉന്നത പോസ്റ്റിലിരിക്കുന്ന സംസ്ഥാനത്തെ ഭരണഘടനാ പോസ്റ്റിലിരിക്കുന്ന ഗവർണറും ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയും തമ്മിലുള്ള രാഷ്ട്രീയപരമായ പോര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ ജനങ്ങളെല്ലാവരും കേരളത്തിലെ സർവകലാശാലകളെ രാഷ്ട്രീയവൽക്കരിച്ചു കഴിഞ്ഞു വർഷങ്ങളായിട്ട്. അതുകൊണ്ട് SFI മാത്രമാണ് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും രാഷ്ട്രീയപരമായി മുന്നിട്ട് നിൽക്കുന്ന സംഘടന. കേരളത്തിലെ ഒരു കോളേജുകളിലും രാഷ്ട്രീയം ആവശ്യമില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ കോളേജുകളിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ പിൻബലത്തോടെ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ സംഘടന പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. കഴിഞ്ഞ ദിവസം 2 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഗവർണറും മുഖ്യമന്ത്രിയുമുണ്ട്. 2 പേരും മുഖത്തോട് നോക്കിയിട്ടേ ഇല്ല, പരസ്പരം നോക്കാൻ അവർക്ക് കുട്ടികളെപ്പോലെ ആയിപ്പോയി. രാഷ്ട്രീയ തിമിരം ബാധിച്ച് 2 പേരും കേരളത്തിൻ്റെ ഭരണത്തിൻ്റെ ടോപ്പിലിരിക്കുന്ന 2 പേരും കുട്ടികളെ പോലെ വഴക്കടിക്കുന്നവരെ പോലെ തോന്നിപ്പിച്ചു നമ്മളെ. ആ സത്യപ്രതിജ്ഞ ചടങ്ങിൽ 2 പേരും 7 മിനിറ്റോളം അടുത്തടുത്തിരുന്നു. പക്ഷേ പരസ്പരം നോക്കിയില്ല, ചിരിച്ചില്ല. സഗൗരവത്തോടെയാണ് 2 പേരുടെയും മുഖം ഇരുന്നത്. സത്യപ്രതിജ്ഞ കഴിഞ്ഞ ഉടനെ ഗവർണർ മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കാതെ ഇറങ്ങിപ്പോയി. പിന്നാലെ മുഖ്യമന്ത്രിയും പോയി. ഒരു ചായ സൽക്കാരം സാധാരണഗതിയിൽ ഉണ്ടാവും. അതുകൊണ്ടായി മുഖ്യമന്ത്രിയും ഗവർണറും പങ്കെടുത്തില്ല. മുഖ്യമന്ത്രി പിണങ്ങിപ്പോയതോടുകൂടി മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള മന്ത്രിമാരും ക്യാബിനറ്റ് റാങ്കുള്ളവരും അവരും ചായ കുടിക്കാതെ അവിടെ ഒന്ന് പോയി. ഇതൊക്കെ നമ്മൾ കണ്ടു. ഇത് തൊട്ടു മുമ്പ് കോഴിക്കോട് സർവകലാശാലയിലെ രാഷ്ട്രീയപരമായ വിദ്യാർത്ഥികൾ ഗവർണറെ നേരിട്ട കാര്യം നമ്മൾ കണ്ടു. അദ്ദേഹം 2 ദിവസം ആ കോഴിക്കോട് സർവകലാശാലയുടെ ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു. കുട്ടികളെ വെല്ലുവിളിച്ചു, അവരും വെല്ലുവിളിച്ചു. രാഷ്ട്രീയ കളരികളായിപ്പോയി കേരളത്തിലെ സർവകലാശാലകളെല്ലാം. ഇത് എന്ന് നിർത്തുന്നോ എങ്കിൽ മാത്രമേ കേരളത്തിന് ഒരു സാംസ്കാരിക പുരോഗതിയും ഒരു നവോത്ഥാനവും ഉണ്ടാവുള്ളൂ. അല്ലാതെ നവോത്ഥാനം ഒന്നും ഉണ്ടാവില്ല. കേരളത്തിലെ എല്ലാ കോളേജുകളിലും ഏകദേശം 66 കോളേജുകളിലെ പ്രിൻസിപ്പൾമാരില്ല. 66 കോളേജിൽ 60 എണ്ണത്തിലും പ്രിൻസിപ്പൾമാരില്ല. ഇൻചാർജാണ്. രാഷ്ട്രീയപരമായി അവിടെ പ്രിൻസിപ്പൾമാരെ നിയമിക്കാൻ പറ്റാതെ വരുമ്പോൾ അവർക്ക് താല്പര്യമുള്ളവരെ അവർ ഇൻചാർജന്മാരായി കേരളത്തിലെ പല കോളേജുകളിലും നിയമിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് കേരളത്തിലെ കോളേജുകളുടെ പ്രവർത്തനം. രാഷ്ട്രീയ സംഘടനയുള്ള അധ്യാപകരെ അവരും ആ കോളേജുകളുടെ അന്തരീക്ഷത്തിൽ മുദ്രാവാക്യം മുഴുക്കി നടക്കുകയാണ് കുട്ടികളോടൊപ്പം. രാഷ്ട്രീയ കളരികളായി മാറി കേരളത്തിലെ എല്ലാ കോളേജുകളും സ്കൂളുകളും ഒക്കെ ആ നിലവാരത്തിലേക്ക് താന്നുപോയി. ഇതിൽ നിന്നൊരു മോചനം ഉണ്ടാകണം. രാഷ്ട്രീയപരമായി സർവകലാശാല വി സിമാരായി നിയമിച്ച കണ്ണൂർ നമുക്കറിയാം. അവിടെ ഇപ്പം പാപ്പാഞ്ഞി കത്തിച്ച കണ്ണൂരിൽ തന്നെ നമ്മൾ നോക്കിക്കോളൂ. അവിടുത്തെ രാഷ്ട്രീയ സ്ഥിതികൾ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ 3 സർവകലാശാലയിലെ VCമാരെ ഹൈക്കോടതിയും സുപ്രീം കോടതികളെ അവർ പറഞ്ഞു വിട്ടു എന്നുള്ളതാണ്. അത് കണ്ണൂർ പയ്യാമ്പലത്തെ ഈ കത്തിക്കലിൻ്റെ ബേസ് വെച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ സംസാരിക്കുന്നത്. അനുശ്രീ അടക്കം 10 പേര് ആണ് SFIയുടെ നേതൃത്വത്തിലുള്ളവരാണ് ഒരു ഗവർണറുടെ കോലം കത്തിച്ചത്. വ്യാഴാഴ്ച ഡൽഹിയിൽ നിന്ന് മടങ്ങി വന്ന ഗവർണർ തിരുവനന്തപുരത്ത് വന്നപ്പം കണ്ണൂരിലെയും
ഇവിടുത്തെ എല്ലാം പ്രശ്നങ്ങളൊന്ന് ഒതുങ്ങി ഒന്ന് ശാന്തമാകുമെന്ന് കരുതി. പക്ഷേ ഇല്ല. ഗവർണർ വന്നപ്പോഴും മടങ്ങിപ്പോയപ്പോഴും ജനറൽ ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ വെച്ച് കരിങ്കൊടി കാണിക്കുകയും അവിടെ ബാനർ ഉയർത്തുകയൊക്കെ ചെയ്തു. എന്താണ് നമുക്ക് ഇവർ തമ്മിലുള്ള ഈ പിണക്കം, ഈ രാഷ്ട്രീയപരമായ ഇത് ഒന്ന് മാറ്റിയെടുത്തിട്ട് നമ്മുടെ സർവകലാശാലകളിലെല്ലാം വിദ്യാഭ്യാസത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം നടത്തേണ്ടിയിരിക്കുന്നത്? അത് നമ്മൾ പല സന്ദർഭത്തിലും ഇത് പറയണമെന്ന് വിചാരിച്ചിരുന്നു. ഇവിടെ ഇപ്പം അവിടെ കണ്ണൂർ അല്ലെങ്കിൽ സർവകലാശാല കണ്ണൂരിൽ ഏകദേശം 11,000 ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലമാണ്. കോഴിക്കോട് ഏകദേശം 40,000 ഡിഗ്രി സീറ്റുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. മഹാത്മാഗാന്ധി അവിടെയും MG യൂണിവേഴ്സിറ്റിയിലും 22,500 എണ്ണം ഒഴിഞ്ഞു കിടക്കുന്നു. കേരളത്തിലെ മൊത്തം ഡിഗ്രി സീറ്റുകൾ 2,22,201 പക്ഷേ 82,230 സീറ്റുകളും ഒഴിഞ്ഞാണ് കിടക്കുന്നത്. ഇവിടെ എന്തിനാണ് ഇങ്ങനെ ഒരു വിദ്യാഭ്യാസ രംഗം മനസ്സിലാകുന്നില്ല. കാരണം 2,22,000 നിന്ന് 82,000 സീറ്റ് ഒഴിഞ്ഞു കിടക്കുന്ന ഒരവസ്ഥ, രാഷ്ട്രീയപരമായ ചേരിതിരിവും കുട്ടികൾ അവിടെ പഠനത്തിന് പോകാൻ അവർക്ക് സേഫ്റ്റി ഇല്ലാതെ വരികയും ഒക്കെയാണ്. നമ്മളിത് മനസ്സിലാക്കണം. കേരളത്തിൻ്റെ ഈ ദുരവസ്ഥ അത് രാഷ്ട്രീയപരമായിട്ട് ചിന്തിക്കുമ്പോൾ വാശിയും വൈരാഗ്യം വെച്ച് ഇതങ്ങ് തുടർന്നു പോയി ഇത് നാശത്തിലേക്ക് പോവുകയാണ്. നമുക്ക് തൽക്കാലത്ത് തന്നെ കേരളത്തിലെ അന്തരീക്ഷം മാറ്റിയെടുക്കണം. അതിന് എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നേതാക്കന്മാരും വന്യവയോധികരും ഗാന്ധിയന്മാരൊക്കെ ഉണ്ട്. എല്ലാ രാഷ്ട്രീയ ചേരിതിരിവിൽ തന്നെ കിടക്കുന്നവരാണ്. അതുകൊണ്ട് നമുക്കിതിനൊരു പരിഹാരം ഉണ്ടാകാനായിട്ട് ഈ രാഷ്ട്രീയപരമായി ഒരു പരിഹാരം കേരളത്തിൽ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. അതായത് ഭരണത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രിയും ഗവർണറും അവർ പരസ്പരം രാഷ്ട്രീയമായ പോർവിളികൾ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കട്ടെ. പക്ഷേ സർവകലാശാല കാര്യത്തിലും വിദ്യാഭ്യാസ കാര്യത്തിലും രണ്ടുപേരും ഒരുപോലെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രാഷ്ട്രീയം മാറ്റിവെച്ച് ഒരുപോലെ ചിന്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ വളർന്നു വരുള്ളൂ. അതുകൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന പല ആൾക്കാരും ഇതിനൊരു സെറ്റിൽമെൻറ്റ് മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറും പരസ്പരം സംസാരിച്ച് നമ്മുടെ കേരളത്തിന് ഗുണകരമായ കാര്യങ്ങൾ ചെയ്യാൻ രണ്ടു കൂട്ടരും രാഷ്ട്രീയ ചിന്ത മാറ്റിവെച്ച് തയ്യാറാകണം. പക്ഷേ അതിനൊരു അവസരം നമുക്കില്ല. അതുകൊണ്ട് എൻ്റെ മനസ്സിൽ തോന്നുന്നത് കേരളത്തിലെ ഒരു ചേരിയിലില്ലാത്ത രാഷ്ട്രീയ മത ചിന്തകളില്ലാത്ത രണ്ട് വ്യക്തികളെയാണ് എനിക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഒന്ന് ചൈതന്യ ജ്ഞാന തപസ്സി പോത്തങ്കോടിലെ സ്വാമി. കേരളത്തിലെ എല്ലാ ഫംഗ്ഷനിലും ജാതി മത ഭേദമന്യേ അദ്ദേഹത്തിനെ നമുക്ക് കാണാം. കാരണം എല്ലാവർക്കും അദ്ദേഹത്തോട് താല്പര്യമുണ്ട്, അദ്ദേഹത്തിന് എല്ലാവരോടും താല്പര്യമുണ്ട്. രാഷ്ട്രീയ ചിന്തയില്ല, മതചിന്തയില്ല, ഒന്നുമില്ലാത്ത അദ്ദേഹം വന്യവയോധികനായ അദ്ദേഹത്തിൻ്റെ ഒപ്പം അതേപോലെ നമ്മൾ ഒരാളിവിടെ കാണുന്നുണ്ട്, തിരുവനന്തപുരത്തെ ബസേലിയസ് ക്ലീമസ് കാത്തോലിക്ക ബാവ. ഇവർക്ക് രണ്ടുപേർക്കും പൊതുജനങ്ങളുടെ ഗുണങ്ങളും അല്ലെങ്കിൽ അവരെ നല്ല രീതിയിൽ ഈ സമൂഹം കൊണ്ടുവരുന്നതിന് മാത്രം ചിന്തിക്കുന്ന വ്യക്തികൾ രണ്ടുപേരാണ്. ബാക്കിയുള്ളവരെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ജാതി ചിന്ത വരാം, രാഷ്ട്രീയ ചിന്ത വരാം, മതചിന്ത വരാം. പക്ഷേ എല്ലാ രാജ്യത്തിൻ്റെ മുസ്ലിംസിൻ്റെ ഒരു ഫംഗ്ഷനാണെങ്കിലും ശരി ഇവർ രണ്ടുപേരെയും കാണാം. കത്തോലിക്കരുടെ ആയാലും ശരി, ഹിന്ദുക്കളുടെ ആയാലും ശരി, എല്ലാ രംഗത്തും ഈ രണ്ടുപേരും ഒരുപോലെ സ്വീകാര്യനാണ്. ഏതായാലും ഇവർ രണ്ടുപേരും ഇടപെട്ടിട്ട് മുഖ്യമന്ത്രിയും അതുപോലെ ഗവർണറും ഒന്നിച്ച് പരസ്പരം ഒരു മേശയിലെ അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് രാജ്ഭവനിലോ അവിടെ എവിടെയെങ്കിലും ഇരുന്ന് പരസ്പരം ഒന്ന് സംസാരിക്കാനുള്ള ഒരു വേദി ഉണ്ടാക്കണം. കാരണം കേരളത്തിൻ്റെ ആരോഗ്യപരമായ വിദ്യാഭ്യാസ നയത്തിന് ഇത് വളരെ ആവശ്യമാണ്. പതുക്കെ നമുക്ക് കേരളത്തിലെ ആ ക്യാമ്പസിൽ നിന്ന് രാഷ്ട്രീയം മാറ്റിയെടുക്കണം. ഇവിടെ കേരളത്തിലെ ലോകത്തിന് ഏറ്റവും ആവശ്യമുള്ള വിദ്യാഭ്യാസ പ്രോഡക്റ്റുകളെ നമുക്ക് ഇവിടെ സൃഷ്ടിച്ചു വിടണം. കാരണം കേരളത്തിൽ നിന്ന് പലരും അവരുടെ കൈവശത്തിരിക്കുന്ന പല ഡിഗ്രികളും പല രാഷ്ട്രീയ സ്വാധീനത്തിൽ നേടിയെടുത്തതാണ്. പക്ഷേ ആ വിദ്യാഭ്യാസം കൊണ്ട് അല്ല ആ ഡോക്ടറേറ്റ് കൊണ്ട് അത്ര ഒരു ഡെപ്തിൽ അവർക്ക് സംസാരിക്കാനോ ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ അങ്ങനെ ഒരു ഉത്തേജനം സമൂഹത്തിന് കൊടുക്കാനോ അവർക്ക് ആർക്കും കഴിയുന്നില്ല. അതുകൊണ്ട് ഈ രണ്ട് മഹത് വ്യക്തികൾ ബസേലിയസ് ക്ലീമസ് കാത്തോലിക്ക ബാവയും അതുപോലെ തന്നെ ചൈതന്യ ജ്ഞാന തപസ്സിയും ഇവർ രണ്ടുപേരും മുന്നിട്ടിറങ്ങി ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ആ പിണക്കമൊന്നും മാറ്റി വിദ്യാഭ്യാസ കാര്യത്തിലെങ്കിലും നമ്മുടെ സർവകലാശാല കാര്യത്തിലെങ്കിലും ഒത്തൊരുമിച്ച് കോമണായ തീരുമാനങ്ങൾ എടുക്കത്തക്ക രീതിയിൽ പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന.